ചരിത്രം കുറിച്ച് കുതിച്ചു പായുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. 2 വർഷത്തിനിടയിൽ യാത്ര ചെയ്തത് 30 ലക്ഷം യാത്രക്കാരാണ്. വലിയ റെക്കോർഡ്, വലിയ അംഗമാണ്, വലിയ അംഗസംഖ്യയാണത്. പരിശോധിക്കാം ഈ വാട്ടർ മെട്രോയുടെ വിജയഗാഥ. പുത്തൻ ഗതാഗത സംസ്കാരത്തിന്റെ കേരള മോഡൽ, അതാണ് കൊച്ചി വാട്ടർ മെട്രോ. 2019 ആരംഭിച്ച പദ്ധതി പൂർത്തീകരിക്കുന്നത് 2023 ഏപ്രിൽ 23 കേരളത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് മാത്രമല്ല, കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്കും സമഗ്ര വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ഒന്നായി മാറി കൊച്ചി മെട്രോ. എന്താണ് കൊച്ചി വാട്ടർ മെട്രോയുടെ വിജയ ഫോർമുല? എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ പോകാൻ പറ്റുന്ന ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി ഷിപ്പ്യാർഡ് ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ഈ ബോട്ടിലുണ്ട്. ഏകദേശം 10ഓളം ടെർമിനലുകൾ ഇതിനോടകം തന്നെ പൂർണ്ണ സജ്ജമാണ്. 5 റൂട്ടുകളിലായി 18 ബോട്ടുകൾ ഇപ്പോൾ റണ്ണിങ്ങിലുണ്ട്. 7000ഓളം യാത്രക്കാരാണ് പ്രതിദിനം കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ ആശ്രയിക്കുന്നത്. 2 വർഷത്തിനിടയിൽ 30 ലക്ഷത്തോളം യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക്. വരും വർഷങ്ങളിൽ ഈ കണക്ക് ഇരട്ടിയാകുമെന്നും ഉറപ്പാണ്. കൊച്ചി വാട്ടർ മെട്രോക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. 1ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 43 ബോട്ടുകൾ 10 റൂട്ടുകളിലായി സർവീസ് നടത്തുമെന്നാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. അതിനുശേഷം 2ാം ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ അത് 78 ബോട്ടുകളിലേക്ക് ഉയരുകയും 16 റൂട്ടുകളായി മാറുകയും ചെയ്യും. കൊച്ചിയിലെ 10 ദ്വീപ് സമൂഹങ്ങളെ ഒരുമിപ്പിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുമ്പോൾ ചേർത്തലയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇതുവരെയുള്ള തീരുമാനം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും കൊച്ചി വാട്ടർ മെട്രോ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. 1136 കോടിയാണ് ആകെ തുകയായി നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നു. പക്ഷേ വാർത്ത കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് എങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ ഓൾസോ യോജിക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ. പക്ഷേ അതിലൊരു ഫിസിബിലിറ്റി സ്റ്റഡി ടെക്നിക്കലി നടത്താൻ വേണ്ടി വരും. കാരണം പെരിയാറിൽ പോകണോ, പിന്നെ ഏത് രീതിയിൽ പോകാൻ വേണ്ടോ. റിവറിൽ പോവാം, പക്ഷേ അതിലെ ഡെപ്ത്ത്, കറൻറ്റ്, മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ അനാലിസിസ് വേണ്ടി വരും. ബട്ട് ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെ ഉണ്ടാകും. ആലപ്പുഴയിൽ ഞങ്ങളൊരു പ്രീ ഫിസിബിലിറ്റി സ്റ്റഡി ചെയ്തായിരുന്നു, കൊല്ലമിൽ ഓൾസോ ചെയ്തായിരുന്നു. 2 സ്ഥലത്തിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ഞങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു നിർദ്ദേശം, ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് കോഴിക്കോടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ ഒരു കനാലുണ്ടല്ലോ, ആ കനാലിൽ ചെയ്തിട്ട് കോഴിക്കോട് ഇപ്പോൾ വെരി ഫാസ്റ്റ് ഡെവലപ്പിംഗ് സിറ്റി ആയതുകൊണ്ട്. കൊച്ചി മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, എയർ ഫീഡർ ബസ്സുകൾ, ഓട്ടോറിക്ഷ, സൈക്കിളുകൾ, അങ്ങനെ കരകയറുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗതാഗത ശൃംഖലയാണ് കേരളം മുന്നോട്ട് വെക്കുന്ന പുത്തൻ ആശയം. ഇതിനോടകം തന്നെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ മാതൃക സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് അടക്കം 15 സംസ്ഥാനങ്ങളാണ് താല്പര്യം പ്രകടിപ്പിച്ച രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വാട്ടർ മെട്രോ ഫീസിബിലിറ്റി സ്റ്റഡി സെൻട്രൽ ഗവൺമെൻറ് IWI ഒരു 17 സിറ്റികളിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനായിട്ട് കേരള തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഗതാഗത മേഖലയിലെ ചരിത്രമാണ് കൊച്ചി വാട്ടർ മെട്രോ. 2ാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വാട്ടർ മെട്രോ വഹിക്കാൻ പോകുന്ന പങ്ക് ചെറുതാവില്ല. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.